ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവവചനം കേൾക്കുവാൻ കർത്താവ് നമ്മുടെ ആയുസ്സിൽ നമുക്ക് അവസരം തന്നല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികളോട് പറയുകയാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഇതാണ് ദൈവത്തിന്റെ വചനം. വിശ്വാസം, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. വിശ്വാസമില്ലെങ്കിൽ നമുക്കൊരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമല്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ ആകെത്തുക എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം. അപ്പോസ്തലനായ പൗലോസ് പറയും, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും നടക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനവും പരമപ്രധാനവുമായ ഒരു വിഷയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിന്റെ വചനത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിലുള്ള വിശ്വാസം, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ 3.5 വർഷക്കാലം നടന്നു. അവരുടെ ഉള്ളിലൊരാഗ്രഹം, കർത്താവേ, ഞങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ട്, അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരവസരത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിച്ചതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28-29 വാക്യം വായിക്കുമ്പോൾ അവിടെ ആ ചോദ്യം നമുക്ക് കാണാം. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ട്, ദൈവത്തെ സ്നേഹിച്ച് നടക്കണമെന്നുണ്ട്, ദൈവം സന്തോഷിക്കുന്ന ഒരു ജീവിതം നയിക്കണമെന്നുണ്ട്, അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വായിച്ചു കേൾക്കാം. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന്, യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്. കർത്താവിന്റെ മറുപടി എന്താണ് ശിഷ്യന്മാരോട്? യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അത്രയും ഉത്തരം പറഞ്ഞു. ദൈവം അയച്ചവനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ഒരു പ്രവൃത്തിയായിട്ടാണ് ദൈവം കാണുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ദൈവം അത് കൺസിഡർ ചെയ്യുന്നത്, കണക്കിടുന്നത്. ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പിതാവായ ദൈവം അയച്ചവനായ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നതാണ് ദൈവം പ്രസാദിക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട് വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന്. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രിയപ്പെട്ടവർ, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആശിക്കുന്ന ഒരു കാര്യത്തിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, അതാണ് ഉറപ്പ് എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം നാം പഠിക്കുമ്പോൾ പഴയ നിയമ വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ ചരിത്രമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ദൈവത്തെ സ്നേഹിച്ചവര്, ദൈവത്തെ പ്രസാദിപ്പിച്ചവര്, ദൈവത്തിന്റെ വഴിയിൽ ജീവിച്ചവര്, ദൈവത്തിന് വേണ്ടി മരണം വരിച്ചവര്, ദൈവത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തവര്, വിശ്വാസത്താൽ യേശുക്രിസ്തുവിന് വേണ്ടി, ജീവനുള്ള ദൈവത്തിന് വേണ്ടി ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട അനേക ദൈവമക്കളെ കുറിച്ചാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം നാം വായിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം നാം പഠിച്ചു കഴിയുമ്പോൾ അനേക വിശ്വാസ വീരന്മാർ, യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ടവർ, ദൈവത്തിന് വേല ചെയ്തവർ, ദൈവത്തിന്റെ പ്രവാചകന്മാർ, ദൈവത്തിന്റെ ന്യായാധിപന്മാർ, ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ, ഇവരെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ളവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു വിശ്വാസിയാണോ? നിങ്ങൾക്ക് ഈ വിശ്വാസം കൈമുതലായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ,
വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ധനം എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഈ ക്രിസ്തുവിനുള്ളതായ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ. അനേകർക്ക് ഈ വിശ്വാസം കിട്ടുന്നില്ല. ദൈവവചനത്തിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവ സ്നേഹത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ ക്രൂശ മരണത്തിൽ അനേകർ വിശ്വസിക്കുന്നില്ല. അനേകർക്ക് യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ വേലയിൽ വിശ്വാസമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അനേകർക്ക് വിശ്വാസമില്ല. യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് അനേകർ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട വിശ്വാസം കിട്ടാത്തത്? വിശ്വാസം കിട്ടാത്തതിന് കാരണം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് വിശ്വാസം കിട്ടാത്തത്? തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത ഏകദൈവമായ ക്രിസ്തുവിന്റെ പക്കൽ നിന്നുള്ളതായ ബഹുമാനം അന്വേഷിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? നിങ്ങൾക്ക് മനുഷ്യന്റെ ബഹുമാനം മതി, മനുഷ്യന്റെ സ്നേഹം മതി, മനുഷ്യന്റെ പ്രീതി മതി, മനുഷ്യന്റെ അംഗീകാരം മതി, മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ മതി നിങ്ങൾക്ക്. പിന്നെ എങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയും? യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായം 43-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ നമ്മുടെ കർത്താവ് എന്താണ് പറയുന്നത്? അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. അങ്ങനെയുള്ളവർക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയുകയില്ല, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാൻ കഴിയുകയില്ല. അവർക്ക് ദൈവത്തിന്റെ മാനത്തേക്കാൾ അധികം അവർക്ക് മനുഷ്യരുടെ മാനമാണ് ഇഷ്ടം. അതിനാണ് അവർക്ക് സന്തോഷം. ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതല്ല, ദൈവം സന്തോഷിക്കുക എന്നുള്ളതല്ല, ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കുക എന്നുള്ളതല്ല. മനുഷ്യരുടെ മുമ്പിൽ നല്ല പിള്ളയായിട്ട് ജീവിക്കുക, മനുഷ്യരെ സന്തോഷിപ്പിക്കുക, മനുഷ്യരെ പ്രസാദിപ്പിക്കുക. അങ്ങനെയുള്ളവർക്ക് ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്. ഒരു ചോദ്യമാണ് ഗലാത്യ സഭയോട് ചോദിക്കുന്നത്. 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഗലാത്യ സഭയിലെ വിശ്വാസികളോട്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, അവർ ദൈവവഴിയിലേക്ക് വന്നവരാണ്, അവർ മാനസാന്തരപ്പെട്ടവരാണ്. അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ കൂടി ചോദിക്കുകയാണ്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവർ, ഈ ചോദ്യം നമ്മോട് ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ദൈവത്തെയാണോ മനുഷ്യനെയാണോ സന്തോഷിപ്പിക്കുന്നത്? എന്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യർ സന്തോഷിക്കുന്ന ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണോ? മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണോ? കൂട്ടായ്മയുടെ ദൈവമക്കളെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണോ? അതെയോ ജീവനുള്ള ദൈവം എന്നെ നോക്കി സന്തോഷിക്കണം എന്നുള്ളതായ ഒരു ഹൃദയ വാഞ്ച, ഹൃദയത്തിലൊരു നിഷ്ഠ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ദൈവത്തെയോ മനുഷ്യരെയോ സന്തോഷിപ്പിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണോ അതെയോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാണോ? നിങ്ങളിപ്പോൾ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത്? അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? അല്ല, ഞാൻ ഇന്ന് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നവരാണോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ, ഞാൻ ഇന്ന് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. നിനക്കൊരു ദൈവത്തിന്റെ ദാസനായി ജീവിക്കാൻ കഴിയുകയില്ല. നിനക്കൊരു ദൈവത്തിന്റെ ദാസനായി, ദൈവത്തിനൊരു വിശുദ്ധനായി, ദൈവത്തിനൊരു വ്രതസ്ഥനായി, ദൈവത്തിനൊരു സാക്ഷിയായി, യേശുക്രിസ്തുവിന്റെ ഒരു വേലക്കാരനായി നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന നിന്റെ ആ ഹൃദയത്തിന്റെ വാഞ്ച നീ അടിയറവയ്ക്കണം. ജീവനുള്ള ക്രിസ്തു പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കണമെന്നുള്ള ഒരു ബോധമുള്ളിൽ വരണം. മനുഷ്യൻ എന്നെ കുറിച്ച് എന്തും പറഞ്ഞുകൊള്ളട്ടെ, മനുഷ്യൻ ഒരുപക്ഷെ എന്നെ തെറ്റിദ്ധരിക്കുമായിരിക്കാം, മനുഷ്യൻ എന്നെ കുറിച്ച് പലതും പറയുമായിരിക്കാം, പറഞ്ഞുകൊള്ളട്ടെ. എന്നാൽ എന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ചാലും എന്നെ ശരിയായി ധരിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തുമായിരിക്കാം, മനുഷ്യരെല്ലാം എന്നെ സൈഡ് ട്രാക്ക് ചെയ്യുമായിരിക്കാം, പ്രിയപ്പെട്ടവരെ. എന്നാൽ എന്നെ ശരിയായ രീതിയിൽ അറിയുന്ന ഒരു ജീവനുള്ള ക്രിസ്തു ഉണ്ട്. അതാണ് എന്റെ വിശ്വാസം. ഞാൻ ഇന്ന് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണോ അതോ ഞാൻ ജീവനുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാണോ? ഞാൻ ഇന്ന് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണെങ്കിൽ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ നമ്മോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഇന്ന് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണോ അതെയോ ജീവനുള്ള ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം എനിക്ക് മതിയെന്ന് ഒരു നിർണയം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു വിശ്വാസിയാണോ? പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ വിശ്വാസം കിട്ടുന്നത്? റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ആകയാൽ വിശ്വാസം കേൾവിയാലും. അപ്പോസ്തലൻ പറയുകയാണ്, വിശ്വാസം കിട്ടുന്നത് എങ്ങനെയാണ്? ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത്? ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിൽ കൂടിയാണ്. ദൈവത്തിന്റെ വചനത്തിൽ കൂടിയാണ് നമുക്ക് വിശ്വാസം കിട്ടുന്നത്. ഈ ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിച്ച് ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട അനേക ദൈവമക്കളുടെ സാക്ഷ്യ വചനത്തിൽ കൂടിയാണ് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ വിശ്വാസം ലഭിക്കുന്നില്ലേ? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ.
കർത്താവേ, എൻ്റെ ഉള്ളിൽ ഈ വിശ്വാസം ഒന്ന് മുളപ്പിച്ചു തരണമേ എന്ന്. അത് ദൈവത്തിന്റെ ഒരു കൃപയാണ് പ്രിയപ്പെട്ട, ഒരു വിശ്വാസം ലഭിക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ വചനത്തിലൊരു വിശ്വാസം, കണ്ണുമടച്ച് വിശ്വസിക്കാൻ സാധിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ളതായ ഒരു വിശ്വാസം, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിനുള്ളതായ ഒരു വിശ്വാസം, യേശുക്രിസ്തുവിനെ കാണുന്നു എന്നുള്ളതായ ഒരു വിശ്വാസം, യേശുക്രിസ്തുവിനെ അറിയുന്നു എന്നുള്ളതായ ഒരു വിശ്വാസം, യേശുക്രിസ്തു എന്നെ കരുതുന്നവനാണെന്നുള്ളതായ ഒരു വിശ്വാസം, യേശുക്രിസ്തുവിന്റെ ഒരു ഉടമസ്ഥനാണെന്നുള്ളതായ ഒരു വിശ്വാസം. അതൊരു കൃപയാണ് പ്രിയപ്പെട്ടവരെ. അത് ദൈവത്തിന്റെ സൗജന്യദാനമാണ്. നിങ്ങൾ ആഗ്രഹിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വാഞ്ചിച്ചാൽ, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചാൽ ഈ വിശ്വാസം നിങ്ങൾക്കും കിട്ടും, ഏതൊരാൾക്കും കിട്ടും. ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ വിത്ത് ദൈവം പാകിത്തരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറന്നാണോ ഇരിക്കുന്നത്? മുൻവിധികളെല്ലാം മാറ്റിവെച്ച് ഒരു നിഷ്കളങ്കമായ ഹൃദയത്തോടെ, ദൈവമേ അവിടെ നിന്നോട് സംസാരിക്കണമേ, എന്റെ ഹൃദയത്തിൽ ഈ വിശ്വാസത്തിന്റെ വിത്തൊന്ന് പാകിത്തരണമേ, ഈ ദൈവത്തിന്റെ സ്നേഹത്തിലും വചനത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ളതായ ഒരു നിറഞ്ഞ വിശ്വാസം എനിക്ക് തരണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം നാം വായിച്ചു പഠിക്കുമ്പോൾ അനേക തരത്തിലുള്ളതായ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് കാണാം. അല്പവിശ്വാസമുള്ളവരുണ്ട്, ഉറച്ചതായ വിശ്വാസമുള്ളവരുണ്ട്, ആശ്ചര്യകരമായ വിശ്വാസമുള്ളവരുണ്ട്, വലിയ വിശ്വാസമുള്ളവരുണ്ട്, അന്ധവിശ്വാസമുള്ളവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ളതായ വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മെ രേഖപ്പെടുത്തുന്നുണ്ട്. കടുകുമണി പോലെ തിങ്ങിയതായ വിശ്വാസത്തെക്കുറിച്ചും ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട്? നാം ഒരു അന്ധവിശ്വാസിയാണോ? അതെയോ നാം ഒരു അല്പവിശ്വാസിയാണോ? അതെയോ കടുകുമണി പോലെ തികഞ്ഞൊരു വിശ്വാസം എനിക്കുണ്ടോ? ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടോ? ദൈവത്തെ പോലും അതിശയിപ്പിക്കുന്നതായ ആശ്ചര്യകരമായ ഒരു വിശ്വാസം എനിക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം നമുക്ക് ലഭിക്കും. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെ കേൾക്കാതെ, ജീവനുള്ള ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത് എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ അറിയാതെ ഈ വിശ്വാസം മുളച്ചു വരും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നും, യേശുക്രിസ്തുവിന്റെ രക്ഷകനാണ് എന്നും, യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നും, യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ പാപം കഴുകി ശുദ്ധീകരിക്കുന്നതാണെന്നും ഒരു വിശ്വാസം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. അത് ദൈവത്തിന്റെ ഒരു കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കൃപ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാനും ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതായ ഒരു ചിത്രം അബ്രഹാമിന്റെ ചിത്രമാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ 5 തരത്തിലുള്ളതായ അനുഭവങ്ങൾ ഈ അബ്രഹാമിന്റെ വിശ്വാസത്തിനുണ്ട് എന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഇത് ചിന്തിക്കുമ്പോൾ നിങ്ങളും ആ അനുഭവത്തിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരണം. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ 5 തരത്തിലുള്ളതായ അനുഭവങ്ങൾ? ഒന്നാമത്തെ അനുഭവം എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നെന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാമിന്റെ ഒന്നാമത്തെ വിശ്വാസത്തിന്റെ അനുഭവം ഇതാണ്, ദൈവവിളിയിലുള്ള വിശ്വാസം. ദൈവവിളിയിലുള്ളതായ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ കുറിച്ച് നാം ആഴത്തിൽ പഠിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഒരാത്മീയ പാരമ്പര്യം ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അബ്രഹാം ഒരു വിഗ്രഹാരാധിയായ ഒരു കുടുംബത്തിൽ ജനിച്ച് വിഗ്രഹാരാധന തൊഴിലാക്കി, വിഗ്രഹാരാധന കൊണ്ട് വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി കുടുംബം ഉപജീവിച്ചു പോകുന്നതായ ഒരു കുടുംബമായിരുന്നു അബ്രഹാമിന്റെ കുടുംബം. പ്രിയപ്പെട്ടവരെ, തലമുറകളായിട്ട് വിഗ്രഹാരാധികളായ ഒരു കുടുംബം. എന്നാൽ ആത്മീയമായിട്ട് ഒരു പാരമ്പര്യമില്ലാത്ത ഈ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ദൈവ വിളി കിട്ടി, ഒരു ദൈവ ശബ്ദം കേൾക്കാൻ ഇടയായി. അത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുവാനും അത് വിശ്വസിക്കുവാനുള്ള ഒരു ഭാഗ്യം അബ്രഹാമിന് ലഭിച്ചു എന്നുള്ളതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവ വിളിയിലുള്ള വിശ്വാസം. ഒരു ആത്മീയ പാരമ്പര്യവും ഇല്ലാത്തതായ സാഹചര്യത്തിൽ ഒരു ദൈവശബ്ദം കേട്ടപ്പോൾ, ഒരു ദൈവ വിളി വന്നപ്പോൾ, അത് ജീവനുള്ള എന്റെ സൃഷ്ടാവാണ് എന്നെ വിളിക്കുന്നതെന്ന് ഒരു വിശ്വാസം അബ്രഹാമിന് ദൈവം സൗജന്യമായി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ഈ അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർക്കാറുള്ള ഒരു കാര്യം ഇതാണ്, ദൈവമേ, ഒരു പാരമ്പര്യവും ഇല്ലായിരുന്നല്ലോ, ഒരു ആത്മീയ പാരമ്പര്യവും അബ്രഹാമിന് പറയാനില്ലായിരുന്നല്ലോ. പൂർവികന്മാർ ആരെങ്കിലും ആത്മീയരായിട്ട് ജീവിച്ചവരായിട്ടോ, ദൈവത്തെ സ്നേഹിച്ചവരായിട്ടോ, ദൈവത്തിന് കൂടെ നടന്നവരായിട്ടോ, ദൈവത്തെ പ്രസാദിപ്പിച്ചവരായിട്ടോ അബ്രഹാമിന് ഓർമ്മയില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ വിഗ്രഹാരാധികളുടെ നടുവിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു. അത് ജീവനുള്ള ദൈവമാണ്, എന്നെ സൃഷ്ടാവാണ് എന്നെ വിളിക്കുന്നതെന്ന് ഒരു വിശ്വാസം അബ്രഹാമിന് കിട്ടി. പ്രിയപ്പെട്ടവരെ, ഞാനിത് എൻ്റെ ജീവിതത്തിന്റെ അനുഭവമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഞാനും വളരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്, ഈ സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിന്റെ വിളി
എൻ്റെ 22-ാമത്തെ വയസ്സിൽ എനിക്കും സ്വർഗത്തിൽ ദൈവം തന്നു. പ്രിയപ്പെട്ടവരെ, എനിക്കും പാരമ്പര്യങ്ങളിലൊന്നും അഭിമാനിക്കാനുള്ള ആളൊന്നുമല്ല. അബ്രഹാം വിഗ്രഹാരാധികളുടെ കുടുംബത്തിൽ ജനിച്ചവനാണ്. വിഗ്രഹാരാധികളുടെ ഒരു പാരമ്പര്യമാണ് അബ്രഹാമിന് ഉണ്ടായിരുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാരമ്പര്യം ഭ്രാന്തന്മാരുടേതായ ഒരു പാരമ്പര്യമാണ്, മാനസിക രോഗികളുടേതായ ഒരു കുടുംബത്തിന്റെ പാരമ്പര്യം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ഭ്രാന്തന്മാരുടെ മാനസിക രോഗികളുടെ പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തു എന്നെ വിളിച്ചു. അവന്റെ വിളി എനിക്ക് കേൾക്കുവാനുള്ളതായ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ജീവനുള്ള ദൈവമാണ് എന്നെ വിളിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു ആത്മീയ സുബോധം ദൈവം എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ ദൈവ വിളിയിലുള്ള വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതായിട്ട് നാം കാണുന്നത്. 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യഹോവ അബ്രാമിനോട് അരുളിച്ചതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. പ്രിയപ്പെട്ടവർ, ഇതാണ് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത്. ദൈവവിശ്വാസമില്ലാതിരുന്ന കാലത്ത്, ദൈവത്തെ അറിയാതിരുന്ന കാലത്ത്, ദൈവ സ്നേഹം എന്താണെന്ന് അറിയാതിരുന്ന കാലത്ത്, ജീവനുള്ള ദൈവമാണ് ആരാണെന്ന് അറിയാതിരുന്ന കാലത്ത് ഒരു ദൈവ ശബ്ദം, ഒരു ദൈവ വിളി അബ്രഹാമിന് കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ വായിക്കാമോ വാക്യം? യഹോവ അബ്രാമിനോട് അരുളിച്ചതെന്തെന്നാൽ, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് നിന്റെ പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് അബ്രഹാമിനോട് പറയുകയാണ്. ദൈവത്തിന്റെ വിളി അബ്രഹാമിന് ആദ്യം ലഭിക്കുന്നതാണ്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. നീ ഈ ദേശത്തെ നീ വിടുക, ഇവിടെ നിന്ന് നീ പുറപ്പെടുക, നീ യാത്ര തിരിക്കുക. എങ്ങോട്ടാണ് യാത്ര തിരിക്കേണ്ടത്? എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം. ഏതാണ് ആ കാണിപ്പാനിരിക്കുന്ന ദേശം? ദൈവം അവിടെ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ അനുഭവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു ശബ്ദം കേട്ടാൽ നാം ഇറങ്ങി പുറപ്പെടുമോ? നാം യാത്ര തിരിക്കുമോ? നമ്മുടെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയെല്ലാം വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നാം യാത്ര പുറപ്പെടുമോ? പ്രിയപ്പെട്ടവരെ, വെറുതെയാണോ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീർന്നത്? അബ്രഹാമിന്റെ വിശ്വാസം, ദൈവ വിളിയിലുള്ള വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? അബ്രഹാമിനെ വിളിച്ച അതേ ദൈവമാണ് എന്നെയും വിളിച്ചിരിക്കുന്നതെന്ന്. വിഗ്രഹാരാധിയായിരുന്ന അബ്രഹാമിനെ വിളിച്ച് വിശ്വാസികളുടെ പിതാവാക്കി മാറ്റിയ അതേ ജീവനുള്ള ക്രിസ്തു തന്നെയാണ് എന്നെയും വിളിച്ചിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട സഹോദരൻ, നിനക്കൊരു വിശ്വാസമുണ്ടോ? നിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസം, ഒരു ബോധ്യമുണ്ടോ? ജീവനുള്ള ദൈവനെ വിളിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ചെറുതാണോ? 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കൊരിന്ത്യയിലെ ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ നോക്കുക. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. എങ്ങനെയാണ് ദൈവം വിളിച്ചത്? എവിടെ നിന്നാണ് ദൈവം വിളിച്ചത്? എന്നാണ് ദൈവം നമ്മെ വിളിച്ചത്? നാം എത്ര ഭാഗ്യശാലികളാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഉറയ്ക്കാം, അബ്രഹാമിനെ വിളിച്ച്, വിഗ്രഹാരാധിയായിരുന്ന അബ്രഹാമിനെ വിളിച്ച് വിശ്വാസികളുടെ പിതാവാക്കി മാറ്റിയ അതേ ജീവനുള്ള ദൈവം തന്നെയാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. അത് വിശ്വാസത്താൽ ഞാൻ അനുഭവിക്കണം. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 26 മുതലുള്ളതായ ചില വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. പറയുകയാണ്, കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുകയാണ്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തിന്റെ മക്കളാകുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണ്? നമ്മെ ആരാണ് വിളിച്ചത്? നമ്മളെ ആരാണ് പുറപ്പെടുവിച്ചത്? നമുക്ക് ആരാണ് ഒരു സുബോധം തന്നത്? നമുക്ക് ആരാണ് ഒരു വെളിവ് തന്നത്? നമുക്ക് ആരാണ് ഒരു മാനസാന്തരം തന്നത്? നമുക്ക് ആരാണ് ഒരു വിശ്വാസം തന്നത്? ആരാണ് നമുക്ക് ദൈവമേ എന്ന് വിളിക്കാനുള്ള ഒരു വെളിവ് തന്നത്? ആരാണ്? ഒരു ആത്മീയ സുബോധം തന്നത് ആരാണ്? നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നു തന്നത് ആരാണ്? ദൈവം ഉണ്ടെന്നുള്ളത് വിശ്വസിപ്പാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? നാം ഭാഗ്യശാലികളല്ലേ പ്രിയപ്പെട്ടവരെ?
ഞാൻ വിചാരിക്കുകയാണ്, ദൈവമേ, നീ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്നെ ദൈവം തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു. എന്നാൽ ഏറ്റവും കൊള്ളരുതാത്തതിനെ, ഏറ്റവും ചീത്തയായി പോയതിനെ, ഏറ്റവും ബലഹീനനായതിനെ, ഏറ്റവും ബുദ്ധിയില്ലാത്തതിനെ, ഏറ്റവും കഴിവില്ലാത്തതിനെ തിരഞ്ഞെടുക്കുന്നവനാണ് ദൈവം. പ്രിയപ്പെട്ട സഹോദര, ഈ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിനക്ക് ബുദ്ധിയിൽ കുറവുള്ളവനായിരിക്കാം, നിനക്ക് ശക്തിയിൽ കുറവുള്ളവനായിരിക്കാം, നിനക്ക് പണത്തിൽ കുറവുള്ളവനായിരിക്കാം, നിനക്ക് കുടുംബ മഹിമയില്ലാത്തവനായിരിക്കാം, വിദ്യാഭ്യാസം കുറവായിരിക്കാം, സൗന്ദര്യം കുറവായിരിക്കാം, കഴിവ് കുറവായിരിക്കാം, പലതിനും നീ പോരായ്മയുള്ളവനായിരിക്കാം, ഒരുപക്ഷെ നീ ഒരു അംഗഹീനനായിരിക്കാം. എന്നാൽ നീ വിശ്വസിക്കൂ, നിന്നെയും തിരഞ്ഞെടുത്തവനായ ഒരു ദൈവമുണ്ട്. നിന്റെ ബലഹീനതയോടുകൂടെ, നിന്റെ കഴിവില്ലായ്മയോടുകൂടെ, നിന്റെ ബുദ്ധിയില്ലായ്മയോടുകൂടെ, നിന്റെ പോരായ്മയോടുകൂടെ, നിന്റെ അംഗവൈകല്യങ്ങളോടുകൂടെ നിന്നെ തിരഞ്ഞെടുത്തവനായ ഒരു ദൈവമുണ്ട്. നിനക്കൊരു സൃഷ്ടാവുണ്ട്, നിന്നെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആ വിശ്വാസം ലഭിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അബ്രഹാമിനെ തിരഞ്ഞെടുത്തവനായ ദൈവം, അബ്രഹാമിനെ വിളിച്ചവനായ ദൈവം, അബ്രഹാമിനെ ഈ കൽദേയരുടെ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് വിഗ്രഹാരാധിയായിരുന്ന അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം തന്നെയാണ് എന്നെയും വിളിച്ചിരിക്കുന്നത്. ആ ദൈവമാണ് എന്നെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വിളിയാണ് എന്റെ തലമേലും വന്നിരിക്കുന്നത്. എന്തൊരു ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ, എന്തൊരു വിശ്വാസമാണ്. ദൈവം ഭാഗ്യവശാൽ ഈ ബലഹീനനായ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം തന്നിട്ടുണ്ട്, ഒരു എളിയ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേറെ അധികം ഒന്നും അറിഞ്ഞുകൂടാ, ഈ ആത്മീയത്തിന്റെ ആഴങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു എളിയ വിശ്വാസം എനിക്ക് തന്നിട്ടുണ്ട്. യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട് എന്ന് ഒരു വിശ്വാസം, യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസം കർത്താവ് തന്നു. ആരെല്ലാം എന്നെ തള്ളിയാലും, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം എന്നെ മറന്നു കളഞ്ഞാലും, എന്നെ മറക്കാത്തവനായ, എന്നെ ഉപേക്ഷിക്കാത്തവനായ, എന്നെ തള്ളിക്കളയാത്തവനായ ഒരു സൃഷ്ടാവ് എനിക്കുണ്ട്. എനിക്കൊരു സൃഷ്ടാവുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എനിക്കൊരു ഉടയവനുണ്ട്, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു രക്ഷകനുണ്ട്, എനിക്കൊരു യജമാനനുണ്ട്, എനിക്കൊരു അരുമ മണവാളനുണ്ട്. അവൻ എന്നെ ചേർക്കാൻ വീണ്ടും വരുന്നവനാണ് എന്നുള്ളതായ ഒരു വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്? എനിക്കൊരു ഉടമസ്ഥനുണ്ട് എന്നുള്ള വിശ്വാസം, എനിക്കൊരു രക്ഷകർത്താവുണ്ട് എന്നുള്ള വിശ്വാസം, എനിക്കൊരു നാഥനുണ്ട് എന്നുള്ളതായ വിശ്വാസം, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട് എന്നുള്ള വിശ്വാസം, എന്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരു അപ്പനുണ്ട് എന്നുള്ള വിശ്വാസം. ഈ ഭൂമിയിലെ കാര്യങ്ങളും ഭൗമികമായ കാര്യവും ലൗകികമായ കാര്യവും ആത്മീയ കാര്യവും എന്റെ സകല കാര്യങ്ങളും അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദ് പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എന്ന്. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം എനിക്ക് നല്ലവനാണ് പ്രിയപ്പെട്ടവരെ. ഈ ദൈവമാണ് എന്നെ വിളിച്ചത്. അബ്രഹാമിനെ വിളിച്ചവനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ വിശ്വാസത്തിന് ഒന്നാമത്തെ അനുഭവം അതാണ്, ദൈവ വിളിയിലുള്ള വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ അനുഭവം എന്താണ്? എബ്രായ ലേഖനം 11-ാം അധ്യായം 9-10 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനുമായി കാത്തിരുന്നു അബ്രഹാം. അതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ അനുഭവം. ഒരു സ്വർഗീയ നഗരത്തിലുള്ളതായ വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. ഈ ലോകം മായയാണെന്നുള്ളതായ ഒരു ബോധ്യം അബ്രഹാമിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്ത് നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് ഇതാ ഈ ലോകം ലക്ഷ്യമാക്കി മുമ്പോട്ട് പോയപ്പോൾ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ ലക്ഷ്യം ഈ ലോകത്തിലെ ധനമായിരുന്നില്ല. എന്നാൽ അബ്രഹാം ധനവാനല്ലായിരുന്നു. അബ്രഹാമിന് ദൈവം ഇഷ്ടം പോലെ ധനം കൊടുത്തിരുന്നു. എന്നാൽ അബ്രഹാമിന്റെ ലക്ഷ്യവും അബ്രഹാമിന്റെ ലാക്കും അബ്രഹാമിന്റെ കണ്ണും ഈ ലോകത്തിലെ ധനത്തിലായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു സ്വർഗീയ നഗരത്തിലായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം. ഇതെല്ലാം എവിടുന്ന് കിട്ടി പ്രിയപ്പെട്ടവരെ? ഇതെല്ലാം എവിടുന്ന് കിട്ടി അബ്രഹാമിന്? വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ജീവിച്ച ഈ അബ്രഹാമിന് എവിടുന്ന് കിട്ടിയത്? ഈ ദൈവ വിളിയിൽ കൂടിയാണ് അത് കിട്ടിയത്. ദൈവിക തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് അത് കിട്ടിയത്. ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചതിൽ കൂടിയാണ് അത് കിട്ടിയത്. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിൽ കൂടിയാണ് അത് കിട്ടിയത്. ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ, ദൈവത്തിന് വിളി കേട്ടപ്പോൾ അബ്രഹാം ആരോടും ആലോചന ചോദിച്ചില്ല. അബ്രഹാം ഇറങ്ങി പുറപ്പെടുകയാണ്. എങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൂടാ, ദൈവം നടത്തുമെന്നുള്ളതായ ഒരു വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? എന്റെ ദൈവം എന്നെ നടത്തും. നാളെ എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഏതെല്ലാം പ്രതിസന്ധികളാണ് വരാൻ പോകുന്നത്? ഏതെല്ലാം പ്രതികൂലങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്? എന്തെല്ലാം തടസ്സങ്ങളാണ് നിൽക്കുന്നത്? ഇതാ സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ളതായ മഹാപർവ്വതം പോലെ ഉയർന്നു പൊങ്ങി നിൽക്കുന്നതായ മലകളെല്ലാം ഞാൻ എന്റെ മുമ്പിൽ കാണുന്നുണ്ട്. എന്നാൽ എന്നെ നടത്താൻ ഒരു ദൈവമുണ്ട്. എന്നെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്. എന്നെ വിളിച്ചിറക്കിയ ദൈവം അവൻ വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ഒരു സ്വർഗീയ നഗരത്തിലേക്കാണ് ഈ സ്വർഗത്തിലെ ജീവനുള്ള ദൈവനെ വിളിച്ചിരിക്കുന്നത്. ഒരു സ്വർഗീയ നഗരമുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആ നഗരത്തിലേക്കാണ് ദൈവനെ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തെല്ലാം ഉണ്ടെങ്കിൽ എന്താണ് പ്രയോജനം? ശവക്കുഴി വരെ മാത്രമല്ലേ ഉള്ളൂ. നാം എന്തെല്ലാം സമ്പാദിച്ചാലും, നാം എന്തെല്ലാം നേടിയാലും,
ഏതെല്ലാം നിലവാരത്തിൽ എത്തിച്ചേർന്നാലും ഈ ഭൂമി നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ സ്വർഗീയ നഗരം നമുക്ക് അവകാശമായില്ലെങ്കിൽ എല്ലാം പൂജ്യമല്ലേ പ്രിയപ്പെട്ടവരെ? എല്ലാം നഷ്ടമല്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സ്വർഗീയ നഗരത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? ഈ സ്വർഗീയ നഗരം എന്റെ നഗരമാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന് ദാനമായ ഒരു നിത്യമായ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു. നമുക്ക് വായിച്ചു കേൾക്കാം. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, എന്തൊരു ധൈര്യമാണ്! സ്വർഗത്തിൽ എനിക്കൊരു ഭവനമുണ്ട്, ഒരു സ്വർഗീയ നഗരമുണ്ട്, അതെന്റെ സ്വന്തം ഭവനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ സ്വർഗീയ ഭവനം നിങ്ങളുടെ സ്വന്തമായി തീർന്നോ? ഈ ഭവനത്തിന്റെ അവകാശികളാണോ നിങ്ങൾ? സ്വർഗീയ യെരൂശലേമിലെ അവകാശികളായി തീർന്നിട്ടുണ്ടോ നിങ്ങൾ? ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ ആ സ്വർഗീയ യെരൂശലേം എന്റെ സ്വന്തം അവകാശ ഭൂമിയാണെന്ന് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടോ പ്രിയപ്പെട്ടവരെ? സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു 26-ാം സങ്കീർത്തനത്തിൽ, അളവനൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു, അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയമായ മനോഹരദേശത്ത് സഹോദര നിനക്കൊരു അവകാശം കിട്ടിയോ? നീ ആ സ്വർഗീയ മനോഹരദേശത്ത് നീ ഒരു അവകാശിയാണോ? നീ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു ദൈവവേദനാണോ? ഒരു സ്വർഗീയ നാടുണ്ടോ എന്ന് നിനക്കൊരു വിശ്വാസമുണ്ടോ? ദൈവം തന്നെ വിളിക്കുകയാണ്. ദൈവത്തിന്റെ വിളി നിന്റെ തലമേൽ വരികയാണ്. ഈ വചനത്തിൽ കൂടി സ്വർഗം തന്നെ വിളിക്കുകയാണ്. അബ്രഹാമിന് ദൈവവിളി കിട്ടിയത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിൽ കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലമേൽ ഈ വിളി വരുന്നുണ്ട്. ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ഈ വിളി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ നമുക്ക് ഒരു നിമിഷം അടയ്ക്കാം. നമ്മുടെ തലകളെ നമുക്ക് ഒരു നിമിഷം മണക്കാം. യേശു നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. യേശു നിങ്ങളെ വിളിക്കുകയാണ്, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരുമോ? മകളെ നിന്റെ ഹൃദയം എനിക്ക് തരുമോ? ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരട്ടെ. ഈ സ്വർഗീയമായ ഭവനത്തിൽ നിനക്ക് ഞാൻ അവകാശം തരാം. നിത്യജീവന്റെ അവകാശിയായി ഞാൻ തീർക്കാം. നിനക്ക് വേണ്ടിയാണ് ഞാൻ രക്തം ചിന്തിയത്. നിനക്ക് ഈ സ്വർഗീയ ഭവനം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്രൂശിൽ മരിച്ചത് എന്ന് ഇതാ നിന്റെ മുമ്പാകെ വന്ന് യാചകനെ പോലെ യേശു നിന്നോട് യാചിക്കുകയാണ്. ഹൃദയം ആരെല്ലാം തുറക്കുന്നുണ്ട്, ആരെല്ലാം ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ട്, യേശുവിനോട് ആരെല്ലാം വാക്ക് പറയുന്നുണ്ട്, യേശുവേ ഇന്ന് മുതൽ ഞാൻ എൻ്റെ യേശുവിന്റെ അടിമ, യേശുവേ നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹൃദയത്തിൽ തീരുമാനമെടുക്കുക, ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുക, ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക. സ്വർഗീയ ഭവനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കേൾപ്പിച്ച സ്വർഗീയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വിളിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ ഭവനത്തിന്റെ അവകാശികളാക്കുവാൻ ഞങ്ങളെയും അവിടുന്ന് തിരഞ്ഞെടുത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. നിന്റെ 2-ാമത്തെ വരവ് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമേൻ.